സിന്ധു സ്പൈസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് നമുക്ക് ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഇലയട ഉണ്ടാക്കാം. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് കഴിക്കാം, 4 മണി പലഹാരമായിട്ടും കഴിക്കാം. അപ്പം നല്ല ഒരു ഇലയടയാണ്. അപ്പോൾ നമുക്കത് നോക്കിയിട്ട് വരാം. നമുക്കിന്ന് അടിപൊളി ഒരു പലഹാരം ഉണ്ടാക്കാം. അതിനായിട്ട് ഒരു വലിയൊരു നേന്ത്രപ്പഴം എടുത്ത് വെച്ചിട്ടുണ്ട്. അത് പുഴുങ്ങിയതാണ്, ഒരു നല്ല പഴുത്ത് തന്നെ വേണം. അപ്പം നമുക്കിത് ഒരു ചെറു ചൂടോടെ ആയിരിക്കണം, എന്നാലേ നമുക്കിത് നന്നായിട്ട് ഇതൊന്ന് ഇങ്ങനെ ഉടച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പം നമുക്കിത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. നല്ല പഴുത്ത പഴം വേണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇത് നമ്മൾ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായ അരിപ്പൊടി ചേർത്ത് ഒന്ന് കുഴച്ചെടുക്കാം. അത് നമുക്ക് കുറേശ്ശെ അരിപ്പൊടി ഇട്ട് നോക്കാം, എന്നിട്ട് എത്ര സ്പൂൺ എടുത്തു എന്ന് പറയാം. ഇപ്പോൾ നമ്മളിത് മാവ് ഇതൊന്ന് ടൈറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലേശം പാലൊഴിച്ച് കൊടുക്കാം. അത് വെള്ളം വേണേലും ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഞാനിവിടെ ഓരോ സ്പൂൺ വെച്ച് പാലൊഴിച്ച് കൊടുത്തിട്ട് നമ്മളിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുവാണ്. ഇപ്പം നമ്മളിതിലേക്ക് 3 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ഇട്ടത് കേട്ടോ. അപ്പം അരിപ്പൊടി കൂടാൻ പാടില്ല. ഇനി ഇത് ഇച്ചിരി ടൈറ്റ് ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ലേശം പാലൊഴിച്ച് കൊടുത്ത് ഇതൊരു ചപ്പാത്തി മാവിൻ്റെ ഒരു നമ്മൾ കൊഴുക്കട്ടയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു കട്ടിയിൽ നമുക്ക് എടുക്കാം. നമ്മളിപ്പം 1 സ്പൂണ് പാലൊഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം നമ്മളുടെ മാവ് നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു വലിയൊരു ഏത്തപ്പഴം പുഴുങ്ങി അതിൻ്റെ ഇതിൽ ഒരു 3 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്തു, പിന്നെ 1 സ്പൂണ് പാലും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇങ്ങനെ കുഴച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ, ഇനി നമുക്ക് വാഴയിലയിൽ ഇത് ചെറുതായിട്ട് പരത്തണം, അതിനകത്തിലൊരു ഫില്ലിങ് ഉണ്ടാക്കണം. അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ഫില്ലിങ് ഉണ്ടാക്കാം. നമ്മൾ പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ 1 കപ്പ് തേങ്ങ നമുക്കതിലേക്ക് ഇടാം. ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ശർക്കര പൊടിച്ചതാണ്. നമ്മളിങ്ങനെ തന്നെ കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. ഇനി അങ്ങനെയല്ല, നമ്മുടെ സാധാരണ കട്ട ശർക്കര ആണെങ്കിൽ അതൊന്ന് ഉരുക്കിയെടുത്ത് അതിനകത്തിലെ അഴുക്കൊക്കെ ഒന്ന് അരിച്ച് കളഞ്ഞതിന് ശേഷം കട്ടിയായിട്ടുള്ള പാനിയാക്കിയിട്ട് ഇതിലേക്ക് ചേർക്കുക. ഇത് നമ്മൾ പൊടിച്ച് തന്നെ വാങ്ങിച്ച ശർക്കര പൊടിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആവശ്യാനുസരണം ഒന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇളക്കി നോക്കിയിട്ട് പോരാങ്കിൽ നമുക്ക് വീണ്ടും ചേർത്ത് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കാം. നമ്മൾ ഇത് ചൂടാക്കിയപ്പോഴത്തേക്ക് നമ്മുടെ ശർക്കരയൊക്കെ ഒന്ന് മെൽറ്റായിട്ട് വരുന്നുണ്ട്. കുറച്ച് കശുവണ്ടി നുറുക്കിയതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം. നമ്മൾ പൊടി ചേർത്തത് കൊണ്ട് അത് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്തിരുന്നു. ഇനി നമ്മൾ പാനിയാണെങ്കിൽ കട്ടിയായ പാനി എടുത്തിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് ജീരകം വറുത്ത് പൊടിച്ചതും ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് ഇതിലേക്ക് കൊടുക്കാം.
ഇത് നന്നായിട്ടൊന്ന് വരണ്ട് വന്നിട്ടുണ്ട്, വെള്ളമയം എല്ലാം പറ്റി. അപ്പോൾ നമുക്കിത് വാങ്ങി വെക്കാം. അപ്പോൾ നമ്മൾ ഇലയൊക്കെ കഴുകി വൃത്തിയാക്കി ഇങ്ങനെ നമ്മൾ മുറിച്ച് കീറി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ചെറിയ കുഞ്ഞുരുളയായിട്ട് പരത്തിയതിന് ശേഷം ഫില്ലിങ് വെച്ച് നമുക്കിതൊന്ന് റെഡിയാക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലെ ഇങ്ങനെ അട റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്കിതൊരു വേറെ പ്ലേറ്റിലേക്ക് എടുത്ത് വയ്ക്കാം. നമ്മൾ ഇതെല്ലാം പരത്തിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഇല വാട്ടിയിട്ടാണെങ്കിലും അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇത് ഞാൻ ഇല വാട്ടിയിട്ടില്ല, വാട്ടിയിട്ട് പരത്തുകയാണെങ്കിലും അങ്ങനെയും ചെയ്യാം. അപ്പം നമുക്കിതൊന്ന് ആവിയിലൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്കിത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പം നമ്മളുടെ പലഹാരം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. അപ്പം നമ്മളുടെ സ്പെഷ്യൽ ഇലയട റെഡി ആയിട്ടുണ്ട്. ഏത്തപ്പഴം ഉപയോഗിച്ചുണ്ടാക്കിയ സ്പെഷ്യൽ ഇലയട റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കൊന്ന് കാണിക്കാം. ഇതാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് റെഡിയാക്കി നോക്കണം കേട്ടോ.